വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ എഗ് കുർമയുടെ റെസിപ്പി കാണാം. ഇപ്പോൾ കുർമ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വഴറ്റിയെടുക്കണം. അതിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ചൂടാക്കാം. എണ്ണ ഇവിടെ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കാം. അപ്പം അതിനായിട്ട് ഇഞ്ചി ഇതേപോലെ ചെറിയൊരു കഷ്ണം, 8 അല്ലി വെളുത്തുള്ളി, ഒരു 10 ചുവന്നുള്ളി, ഇത്ര ഒന്ന് ചതച്ചെടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ഇടാനായിട്ടുണ്ട്. അതിനായിട്ട് 1 ഏലക്ക, 1 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, അതേപോലെ ഒരു 3-4 കുരുമുളകും കൂടെ ചേർക്കാം. സ്പൈസസ് ഇട്ട ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചേക്കുന്ന മിക്സ്ചർ ആദ്യം ഒന്ന് ചേർക്കാം. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറണം. 1-2 മിനിറ്റ് ഒന്ന് വഴറ്റുക. 2 മിനിറ്റ് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്ത് ചേർക്കാം, നീളത്തിലരിഞ്ഞത്. ഇതിൻ്റെ ഒപ്പം തന്നെ 3-4 പച്ചമുളക്, എരിവ് കണക്കാക്കിയിട്ട് മുളക് ചേർക്കുക. മുളക് ചേർത്തപ്പോൾ ഞാനൊന്ന് സ്ലിറ്റ് ചെയ്തിട്ടാണ്, ഇതേപോലെ നടുവൊന്ന് കീറിയിട്ടാണ് ഇട്ടേക്കുന്നത്. സവാള പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ചെറിയ തീയിലാണ് വെച്ചേക്കുന്നത്. ലോ ഫ്ലെയിമിൽ കിടന്ന് സവാള ഒന്ന് സോഫ്റ്റായി വരണം. സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി ലൈറ്റ് ബ്രൗൺ ടിൻ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇത്തിരി ബ്രൗൺ ആവേണ്ട കാര്യമില്ല. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിനി മസാലകൾ ഇടണം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഇത്രയും ചേർക്കാം. ഇതേപോലെ 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർക്കാം. അപ്പം പൊടികൾ ഇട്ട് കഴിഞ്ഞത് ബേൺഡ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമുക്കൊരു ടൊമാറ്റോയുടെ പകുതി, ഒരു മീഡിയം സൈസ് ടൊമാറ്റോയുടെ പകുതി ഞാൻ ചേർക്കുന്നത്. അതോടെ ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ വെന്തുടയാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാലൂടെ ചേർക്കാം. ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലൂടെ ചേർത്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ആ ടൊമാറ്റോ നല്ല പേസ്റ്റ് പോലെ ആവണം, അതുവരെ കുക്ക് ചെയ്യാം. അപ്പോൾ ടൊമാറ്റോ ഒക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് അരയ്ക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. ഗ്രേറ്റഡ് കോക്കനട്ട് 3 ടേബിൾ സ്പൂൺ. കൂടാതെ ഇവിടെ ഒരു 12 നട്ട്സ്, കാഷ്യൂനട്ട് ഞാൻ ഇതേപോലെ സൂക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനൊപ്പം ഒരു 4 കിസ്മിസും ഉണ്ട്, ഉണക്ക മുന്തിരിങ്ങയും ഉണ്ട്. അത് ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. ഒരു 12 കാഷ്യൂനട്ടും ഒരു 3-4 ഉണക്ക മുന്തിരിങ്ങയും കൂടെ ചേർത്ത് ഒരു കുറച്ച് ചൂടുവെള്ളത്തിൽ സൂക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. അതുകൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ, നട്ട്സ്, റൈസിൻസ് അധികം ഇടത്തില്ല, ഒരു 4 എണ്ണം മാക്സിമം മതി. ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ്. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തു. അപ്പോൾ ഈ കാഷ്യൂനട്ടിൻ്റെയൊക്കെ പേസ്റ്റ് നമ്മൾ ചേർക്കുന്ന കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാനായിട്ടും ഒരു റിച്ച്നെസ് കിട്ടാനും കൂടിയിട്ടാണ്. അപ്പോൾ ടൊമാറ്റോ വേവാനായിട്ടാണ് നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്തത്. തേങ്ങാപ്പാലോ വെള്ളമോ ചേർക്കാം. വെന്തുടയണം. അപ്പോൾ സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക.
ചെക്ക് ചെയ്യാം. ടൊമാറ്റോസൊക്കെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞു, എണ്ണയൊക്കെ തെളിഞ്ഞു. അപ്പോൾ നമ്മൾ ചേർത്ത മസാലയും നന്നായിട്ട് മൂത്തിട്ടുണ്ടാവും. കാരണം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാൽ ചേർക്കാം. എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ചേർക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തു. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സറോട് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് മുട്ട ചേർക്കാം. ഞാൻ ഒരു 5 മുട്ടയാണ് പുഴുങ്ങി വെച്ചേക്കുന്നത്, അത് ചേർക്കാം. ഈ അളവിൽ നമുക്കൊരു 6 മുട്ട വേണേലും ചേർക്കാം. ഇത്രയും ഗ്രേവി ഉണ്ട്. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു, ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുക. നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. നമ്മൾ ലാസ്റ്റ് ചേർത്ത് തേങ്ങയുടെ മിക്സറൊന്ന് കുക്കാവണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില, നമ്മുടെ ഫ്ലേവർ ബോംബ്, കുറച്ച് മല്ലിയില ചേർക്കാം. നമ്മുടെ കുറുമ റെഡിയാണ്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കടുക് വറുത്ത് ചേർക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഫ്രഷ് വെളിച്ചെണ്ണ ചേർക്കാനായിട്ടാണ്. ഒരു 2 ടീസ്പൂൺ ഫ്രഷ് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. കുറച്ച് കറിവേപ്പില. ഇത് കേരള സ്റ്റൈൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു സ്റ്റൈലിൽ. പിന്നെ ഗ്രേവിയുടെ തിക്നെസ് ഒക്കെ കണ്ടോ, നല്ല തിക്കാണ്. ഈ ഒരു കറി നമുക്ക് അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തി, പറാട്ടയുടെ കൂടെ ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇവൻ ബ്രെഡിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. സെർവിങ് ബോളിലേക്ക് മാറ്റാം. വളരെ സിമ്പിളും നല്ല രുചിയുമുള്ള ഈ ഒരു എഗ് കുറുമ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.